ഹലോ, ആ നടേശനാ. ഞാൻ വിജയരാഘവൻ. ഓ, ഡെപ്യൂട്ടി തഹസിൽദാർ അല്ലേ? അല്ല, ഇപ്പൊ സംസാരിക്കുന്നത് ജാനിമോളുടെ അച്ഛൻ വിജയരാഘവനാ. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ വിജയരാഘവൻ സാറേ? ഒരു സാമാന്യ മര്യാദ. ഞങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ വന്നോ? നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ചോ? നിങ്ങളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ? ഒന്നും ചെയ്തില്ലല്ലോ. അത് എന്നിട്ട് നിങ്ങൾ ആ ഞങ്ങളോട് ചെയ്ത് എന്താ? എന്നെ പറ്റിയും എൻ്റെ മക്കളെ പറ്റിയും ദുഷിച്ച് സംസാരിച്ചു. ഒരു കല്യാണക്കാരെ സംസാരിക്കാൻ വീട്ടിൽ വന്ന് എന്നെ അപമാനിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ട് നിങ്ങളൊരു അക്ഷരം മിണ്ടാതെ ഒഴിഞ്ഞു മാറി. എന്നിട്ട് ഒടുവിൽ ആരോടും പറയാതെ വീട് വിട്ട് ഒളിച്ചോടി. ഞങ്ങള് ഒളിച്ചോടിയൊന്നുമല്ല നടേശ. ഒരു വാക്ക് പറയാറുന്നല്ലോ, ഇല്ലേ? എന്നെ പറ്റി നിങ്ങളുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എന്ത് ഹീനമാർഗവും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്നും നാക്കെടുത്താൽ കള്ളവും ഏഷണയും പറയുന്നവളാണെന്നും എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ സത്യം എന്താണെന്ന് അന്വേഷിച്ചില്ല. നടേശ, അതൊക്കെ കഴിഞ്ഞുപോയി. കഴിഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇതെല്ലാം പച്ചക്കള്ളമാണ്, നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ട് ഒന്നും അറിയില്ലെന്ന് നിങ്ങൾ നടിച്ചു, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒറ്റ വാശിയേ ഉള്ളൂ, ജാനിക്കുട്ടി രക്ഷപ്പെടരുത്. നിങ്ങളുടെ വീട്ടിലെ തൂപ്പുകാരിയായിട്ട് അവൾ എന്നും ആ വീട്ടിൽ തന്നെ ഉണ്ടാകണം. നിങ്ങൾക്കും അറിയാം അതാണ് സത്യമെന്ന്. എന്നിട്ട് ചുമ്മാ പൊട്ടം കളിക്കുക. നടേശ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കരുതേ വിജയരാഘവൻ സാറേ. ഞങ്ങൾക്കും ഉണ്ട് തലയും തലച്ചോറും ബുദ്ധിയൊക്കെ. നിങ്ങൾ ജാനിക്കുട്ടിയെ പഠിക്കാൻ വിട്ടോ? ഇല്ലല്ലോ. ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ജാനിക്കുട്ടിയോട് വലിയ സ്നേഹമാണെന്ന് ആ പാവം വിചാരിച്ചിരിക്കുന്നേ. എന്തോന്ന് സ്നേഹം? ഒക്കെ വെറും കാപട്യം, കള്ളത്തരം. നിങ്ങൾക്ക് അവളോട് തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോന് കെട്ടിച്ചേരണമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അവളെ പഠിക്കാൻ വിട്ടേനെ. നടേശന്റെ ദേഷ്യവും അമർഷവും മുഴുവൻ തീർന്നോ? ഇനിയും ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്കിനി ഒന്നും പറയാനില്ല. നടേശനെ പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന് വെച്ച് നിങ്ങളെപ്പറ്റി അറിഞ്ഞതെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചൊന്നും ധരിക്കരുത്. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകനും ജാനിമോളും തമ്മിലുള്ള കല്യാണം നടത്തി തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ വേണ്ടി. നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. ജാനുക്കുട്ടിയുടെ ജീവിതത്തിൽ നന്മ വരണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. നമുക്കതേപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. നടേശന് എന്നാണ് സൗകര്യം എന്ന് വെച്ചാൽ ഇവിടം വരെ ഒന്ന് വരിക. ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാൻ തയ്യാറാണ്. പക്ഷേ അവിടെ വന്നു കഴിയുമ്പോൾ വേറെ തരത്തിൽ സംസാരിക്കരുത്. എന്താ നടേശ അങ്ങനെ ഒരു സംശയം? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തിയാൽ മതി. ഏതായാലും ഇവിടെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഒരു പരിഹാരമാവും. ഓക്കേട്ടാ? എന്നാ ശരി, ഓക്കെ. ജാനക്കുട്ടിയുടെ അച്ഛനാ, അവർ കല്യാണത്തിന് തയ്യാറാണെന്ന്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ. അയ്യട, എന്തോ ഒരു സന്തോഷം. നീ പൊടി. ഒറ്റയ്ക്കുള്ള ഞാൻ ഒറ്റയ്ക്ക് പോന്നു. മോളെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ജാനിമോളിവിടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി വരവും പോക്കൊക്കെ ഉണ്ടാവുമല്ലോ. വാ.
ടീച്ചറിനോട് ആരാ പറഞ്ഞത് എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന്? അത് ഏതെങ്കിലും വിവരദോഷികളായിരിക്കും. ഇനിയിപ്പോൾ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ പറഞ്ഞവരെല്ലാം കാലുമാറും. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ വിജയരാഘവൻ സാറേ? നാളെ അവർ മറ്റൊരാളെ പറ്റി പറയാൻ അവസരം കൊടുക്കരുതല്ലോ. ശരിയാ, ആരാണേലും അവന്റെ പല്ലടിച്ച് കൊഴിക്കണം. ആളാരാണെന്ന് മാത്രം രത്നമ്മ ടീച്ചർ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ കള്ളത്തരം കാണിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന കൂട്ടരല്ല പറഞ്ഞത്. നല്ല മാന്യതയും അന്തസ്സും ഒക്കെ ഒത്തവര് തന്നെയാ പറഞ്ഞത്. എങ്കിലത് ആരാണെന്ന് പറയടി. അത് ചോദിക്കുമ്പോ നിന്റെ വായിൽ എന്താ പഴം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ തമ്മി തല്ലിക്കുന്നതെന്ന് വിചാരിച്ച? എനിക്കിഷ്ടല്ല മനുഷ്യരെ തമ്മി തല്ലിച്ചിട്ട് മാറി നിന്ന് കണ്ട് രസിക്കാൻ. അപ്പോ നീ ആരാ പറഞ്ഞെന്ന് പറയില്ല? ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിശ്വസിച്ചവരെ ഞാൻ ഒറ്റുകൊടുക്കില്ലെന്ന്. ഒക്കെ പോട്ടെ, അവര് പറഞ്ഞത് ടീച്ചർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മക്കള് വഴിപഴച്ചവരാണെന്നും ഞാൻ ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ടെന്നൊക്കെ? അത് സത്യമല്ല എന്നുള്ളതിന് തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എന്റെ നടേശ, ശരിക്കും ഭ്രാന്തി ഇവക്ക് ഇവിടെ തള്ളയ്ക്കുക. ഇവർ രണ്ടുപേരും കൂടെ ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത്, അതാണ് സത്യം. അതുകൊണ്ടാ ഇവരിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. അമ്മയോട് ആര് പറഞ്ഞു ഞാൻ ഉരുണ്ട് കളിക്കാന്ന്? ആരും പറയണ്ട, നിന്റെ സകല അഭ്യാസം എനിക്കറിയാം. നീ ഉരുണ്ടും പെരണ്ടും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കളിക്കുന്നവളാ. എന്തൊക്കെ പറഞ്ഞാലും ടീച്ചറിനൊരു ഡിഗ്നിറ്റി ഇല്ലേ? എന്നെ പറ്റി എൻ്റെ മക്കളെ പറ്റിയും പറഞ്ഞത് ആരാണെന്ന് ടീച്ചർക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് ടീച്ചർ തന്നെ പറഞ്ഞതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എൻ്റെ ഭാര്യയും മക്കളും അത് തന്നെ പറഞ്ഞത്. എനിക്കതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്, ആക്ഷേപമുണ്ട്, ഇഷ്ടക്കേടുമുണ്ട്. കല്യാണം നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, അഭിമാനമുള്ള ആരും പൊറുക്കുന്ന കാര്യമല്ല ടീച്ചർ ചെയ്തത്. അതെല്ലാം പോട്ടെ നടേശ, നമുക്ക് കല്യാണാലോചനയിലേക്ക് കിടക്കാം. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നടേശനല്ലേ പറയേണ്ടത് എന്ത് വേണം, എത്ര കിട്ടണമെന്നൊക്കെ? എനിക്കൊരു കണക്കും പറയാനില്ല. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു പരാതി ഉണ്ടാവില്ല. വിജയൻ എന്താ പറയുന്നേ? അവളെ ഞങ്ങൾ എന്തായാലും വെറും കൈയോടെ അയക്കില്ല. അത് ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്താൽ മതിയല്ലോ. ഓ, ധാരാളം മതി. അവക്ക് ഇനിയും പഠിക്കണമെന്നുണ്ട്. നിങ്ങളവളെ പഠിപ്പിക്കാൻ തയ്യാറാണല്ലോ അല്ലേ? സംശയം എന്താ? അവര് പഠിപ്പിക്കാതിരിക്കോ ചെയ്യട്ടെ, നമ്മളെന്തിനാ അതൊക്കെ നോക്കാൻ പോന്നെ? രത്നമ്മേ, നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഈ കല്യാണം നടത്തുന്നതിലല്ല, മുടക്കുന്നതിലാണ് നിനക്ക് താല്പര്യമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിന്റെ അഭിപ്രായത്തിന് ഇവിടെ പുല്ല് വിലയില്ല. പിന്നെ എന്തിനാണ് ഈ നാക്കിട്ടലക്കണേ? എന്നെ ഒഴിവാക്കിക്കൊണ്ട് അവളുടെ കല്യാണാലോചന നടത്താനായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ തറവാട്ടി വെച്ച് ആകായിരുന്നല്ലോ. എന്തിനാ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്?